എടീ ഞാൻ ഓഫീസിലേക്ക് പോവാണേ. ടിൻഡു. എന്താ അച്ഛാ? അച്ഛൻ ഓഫീസിലേക്ക് ഇറങ്ങാൻ പോവായിരുന്നു. നോക്കിയപ്പോ ഷൂതേ ഒന്ന് പൊട്ടിക്കിടക്കുന്നു. അതിന്നലെ പട്ടി കടിച്ചതാ. എന്നിട്ട് നീ നോക്കി നിന്നോ? ഞാൻ അപ്പൊ തന്നെ കല്ലെടുത്തെറിഞ്ഞ് ഓടിച്ചു. അതുകൊണ്ട് ഒന്നെങ്കിലും ബാക്കി കിട്ടിയത്. ഒന്ന് മാത്രം ബാക്കിയായിട്ട് എന്താടാ കാര്യം? ഇനി പുതിയൊരെണ്ണം വാങ്ങണം. അച്ഛൻ എന്താ ഓഫീസിൽ ഷൂവിന്റെ ബിസിനസ് ആണോ? അതല്ലടാ, അച്ഛന്റെ പുതിയ ബോസേ ഭയങ്കര സ്ട്രിക്റ്റാ. നല്ല ടിപ്പ് ടോപ്പിൽ ഷൂ ഒക്കെ ഇട്ട് വേണം ഓഫീസിൽ പോകാൻ. ഇന്ന് തൽക്കാലം ഞാൻ ചെരുപ്പിട്ട് പോകാം. നീ പോയി ഇതേ മോഡൽ ഒരു ഷൂ മേടിക്കും. ഓക്കെ. ദേ കാശ് അമ്മയുടെ കയ്യിലുണ്ടാവും. വൈകിട്ട് ഞാൻ വരുമ്പോ ഷൂ ഇവിടെ ഉണ്ടാകണേ. ഷൂവിന്റെ സൈസ് 6 ആണേ, മറക്കരുത്. ഈ മോഡൽ ഒരു ഷൂ വേണം. കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് വാങ്ങിയ ഷൂവാ. ഇതിന്റെ ഒന്ന് പൊട്ടിപ്പോയി. ഹേയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോടാ. മോൻ ബില്ലുമായി വന്നാൽ വാറണ്ടിയിൽ പെടുത്തി മാറ്റിത്തരാം. പട്ടി കടിച്ചു പൊട്ടിയ ഷൂ ഒക്കെ വാറണ്ടിയിൽ മാറ്റി കിട്ടുമോ? നായ കടിച്ച് പൊട്ടിയതൊന്നും വാറണ്ടി കിട്ടൂല. അല്ലാതെ പൊട്ടിയാലേ വാറണ്ടി കിട്ടൂ. ഞാൻ ഈ ഇട്ട ഷൂ ഇല്ലേ, ഇത് ഞാൻ ഓണത്തിന് വാങ്ങിയതാ. ഇതിന്റെ സൈഡ് ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ട്. ഇതും മാറ്റി കിട്ടുമോ? ഇത് ഈ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയതാണോ? ഈ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയതല്ല, 2 കൊല്ലം മുമ്പത്തെ ഓണത്തിന് വാങ്ങിയതാ. അതിനൊന്നും വാറണ്ടി കിട്ടൂല. നീ വന്ന കാര്യം പറ. ഇത് അച്ഛന്റെ ഷൂവാ. ഇതേ മോഡൽ ഒരു ഷൂ വേണം, സൈസ് 6. ആ മോഡൽ സൈസ് 6 ഇല്ലല്ലോ, 9 സ്റ്റോക്കുള്ളൂ. എന്താപ്പ ചെയ്യാ? അതങ്ങ് പാക്ക് ചെയ്തോ. അത്ര തന്നെ, ബാക്കി ഞാനായിക്കോളാം. ടിൻഡു, നീ ഷൂ വാങ്ങിയോ? പിന്നല്ലാതെ. ഒന്ന് നോക്കട്ടെ. ടിൻഡു, എടാ ടിൻഡു, ഇത് സൈസ് 9 ആണല്ലോടാ. പിന്നെ എങ്ങനെ എനിക്ക് പറ്റുക? നിനക്കൊരു കാര്യത്തിൽ പറഞ്ഞേച്ചാ ഒന്നും നടക്കില്ലല്ലോ. അച്ഛൻ വെറുതെ ചൂടാവല്ലേ. ഈ ഷൂ ദേ ഇങ്ങനെ തല തിരിച്ചു പിടിച്ചു നോക്കൂ. കണ്ടില്ലേ, ഇപ്പൊ ഇത് സൈസ് 6 ആയില്ലേ. ഇനി അതൊന്ന് ഇട്ട് നോക്കൂ, റെഡി ആയിരിക്കും. എനിക്ക് ഉറപ്പാ.